ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഡലിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മൾ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു ഇഡലി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു പിടി ഉഴുന്നാണ് നമ്മൾ ചേർത്തിട്ടുള്ളൂ. നമ്മൾ ഒരു കൈക്ക് പിടിക്കുന്ന ഒറ്റ പിടി ഉഴുന്ന് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇഡലിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ഇത് നല്ല സോപ്പ് പത പോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അത്രയും പൊങ്ങി വന്നിട്ടുള്ള നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുള്ള ഒരു ബാറ്ററാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ പെട്ടെന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇഡലിയുടെ റെസിപ്പി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ അരിപ്പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടി ഇല്ലേ, അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ബൗളിലാണ് ഞാൻ അളവ്, ഈ ഒരു ബൗളിലാണ് അളവ് കാണിച്ചിട്ടുള്ളത്. 2 ബൗൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കപ്പിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ എന്തെങ്കിലും അളന്നെടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 ബൗൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് തികച്ചും വേണ്ട ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി എടുത്തിട്ടുള്ള അതേപോലെ തന്നെ നിറച്ചും എടുത്തിട്ടില്ല കേട്ടോ ചോറ്. അപ്പോൾ ചോറ് ഇതാ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണെങ്കിൽ അളക്കുന്ന വെച്ചെങ്കിൽ അതിൽ എല്ലാ അളവും എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കൈക്ക് ഒരു പിടി ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ബൗളിൽ ഒരു 1/4 ഭാഗം കറക്റ്റായിട്ട് ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രത്തോളം ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കുതിർക്കണ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ കൈക്ക് ഒരു പിടി, അല്ലെങ്കിൽ നിങ്ങൾ ഗ്ലാസ്സിലാണ് അളന്നെച്ചെങ്കിൽ ആ ഒരു ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് ഉഴുന്നും 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളത് 1/4 ഭാഗമാണ്. ഉഴുന്ന് കുതിർത്തിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ആ ഒരു വെള്ളം കളയണ്ട, അതവിടെ മാറ്റി വെച്ചിട്ട് അതുകൊണ്ട് വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറും ആ ഉഴുന്നും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു ഉഴുന്ന് ചൂടായി പോവരുത് അരയ്ക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി വെള്ളം ചേർത്തിട്ട് ആദ്യം തന്നെ അരക്കുമ്പോൾ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കണ്ട. നമുക്ക് ഇഡ്ഡലിക്ക് ആയതുകൊണ്ട് ഇത്തിരി കട്ടിക്കല്ലേ നമുക്ക് ഇരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പം നമുക്ക് ആ ഒരു ബാറ്ററൊക്കെ ഒന്ന് ഇതിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു മിക്സിയുടെ ജാറിൽ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല ഇപ്പോൾ. ആദ്യം ഞാൻ ബാറ്ററൊക്കെ നല്ലോണം ഒന്ന് വടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ചേർക്കാം. അപ്പോൾ ഇനി നമ്മൾ ആ ഉഴുന്ന് കുതിർത്തിട്ടുള്ള ആ ഒരു വെള്ളം ബാലൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സാധാരണ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് ചെറിയ പാത്രമായി പോയി. പിന്നെ നമുക്കിത് ബാറ്ററും പൊങ്ങി വരുമല്ലോ. അപ്പം ഞാൻ ഈ ഒരു പാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ ഒരു പൊടി ഇട്ട് കൊടുക്കുകയാണേ. ഇനി നമുക്ക് ആദ്യം നമ്മൾ വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഞാനിതാ കുറച്ചും കൂടെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും കേട്ടോ എത്രത്തോളം വെള്ളം എന്നുള്ളത്. കറക്റ്റായിട്ടൊരു അളവ് ഞാൻ പറയണില്ല. അപ്പോൾ ഞാൻ എടുത്ത പൊടിക്ക് വേണ്ടി വന്ന വെള്ളം ആവില്ല, നിങ്ങൾ എടുത്ത പൊടിക്ക് ചിലപ്പോൾ അത്രയും വേണ്ടി വരില്ല. അപ്പോൾ ഇതാ ഉഴുന്നിൻ്റെ ഒരു വെള്ളം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ സാധാരണ പച്ചവെള്ളം ചേർത്തിട്ട് ഇതാ നമ്മുടെ ഒരു ബാറ്റർ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് ലൂസായിട്ട് പോവണ്ട കേട്ടോ. നമുക്ക് ഇഡ്ഡലിയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതാ ഇത്രയും കട്ടിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാനൊരു തവി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ കൈ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്നുള്ള നല്ല ബാക്ടീരിയ ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് നല്ല പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ. കണ്ടോ, ഈ രീതിക്കാണ് മാവ് ഇരിക്കേണ്ടത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. അപ്പോൾ ഇനി നമുക്കിതൊരു 5-6 മണിക്കൂർ ഒന്ന് മാറ്റി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പം ഞാനിത് രാത്രിയിലാണ് റെഡിയാക്കുന്നത് കേട്ടോ. രാവിലെയാണ് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇരിക്കട്ടെ. ഇപ്പം ഞാനിതാ രാവിലെയാണ് കാണിക്കുന്നത്. ഒരു 6 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. 6 മണി ആയിട്ടില്ല, ആവുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രാത്രി 8-9 മണിയൊക്കെ ആകുമ്പോഴാണിത് ഉഴുന്നും അരിപ്പൊടിയും തമ്മിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഒരു 6 മണിക്കാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു 7 മണി വരെയൊക്കെ ഒന്നും കൂടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബാറ്റർ ഒന്നും കൂടെ നന്നായിട്ട് പൊങ്ങി വരുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. കണ്ടോ, അപ്പം നല്ല നമ്മുടെ ഈ ഒരു മാവ് ഈ ഒരു കൂട്ട് കണ്ടില്ല, നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ സമയം വെച്ചിരിക്കുകയാണെങ്കിൽ നല്ലോണം ഒന്നും കൂടെ പൊങ്ങി വരുമായിരുന്നു കേട്ടോ.
അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നമ്മളെ മാവ് നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ആദ്യം ഉപ്പ് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഉപ്പ് ചേർത്ത ഒരു മിക്സിങ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു മാവ് നല്ലോണം ആ പതഞ്ഞ് വന്നതൊക്കെ താഴ്ന്നു പോകും കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പൊങ്ങി വന്നതെല്ലാം കുത്തി ഇളക്കി താഴെ പോകുന്ന രീതിയിലാക്കി കൊടുക്കണ്ട കേട്ടോ. അപ്പം ഇനി ഇതാ ഇഡലി ചെമ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ സമയം കൊണ്ട് ഇഡലി ചെമ്പിൽ വെള്ളം വെക്കുക കേട്ടോ. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഡലി തട്ടിലൊക്കെ ഒന്ന് മാവ് കോരി ഒഴിക്കുക. അപ്പോൾ ഒരു ഇത്തിരി എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിതാ മാവ് കോരി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയും കട്ടിക്ക് വേണം നമ്മുടെ ബാറ്ററി ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ദോശ ഉണ്ടാക്കാം കേട്ടോ. ആ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തിരി വെള്ളം ചേർത്തിട്ട് നമ്മൾ ദോശ ബാറ്ററിൻ്റെ പാകമാക്കി എടുത്താൽ മതിട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ നെയ്റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വെള്ളം അതാ കണ്ടാൽ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഇഡലി തട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിവിടെ ആവട്ടെ കേട്ടോ. അപ്പം ഞാനിത് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഒരു ഇഡലി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലോണം ഒന്ന് ചൂടാറിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇഡലി തട്ടിൽ നിന്ന് എടുത്ത് കാണിക്കുന്നത്. അപ്പം കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് കേട്ടോ. കണ്ടോ, അപ്പം നല്ല വെള്ള കളറിലാണ് കേട്ടോ നമ്മുടെ ഇഡലി. അപ്പം നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ വെള്ളരിയുടെ ചോറാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കളർ കിട്ടും. നമുക്ക് മട്ടരിയൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത് ആ വെള്ളരി, നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ളരിയുടെ ചോറായിരുന്നേ. അപ്പോൾ ഇത് മുഴുവനും ഞാൻ ഇഡലി തട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ബാച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി എണ്ണ തടവേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം തടവിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാൻ 2 ബാച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡലിയാണ്. നല്ല പഞ്ഞി പോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതുതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്കും കൂടെ അടിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടിയിട്ട് മറന്നു പോകരുത് കേട്ടോ. നമ്മളെ ചാനലിൽ ഒത്തിരി ഇതുപോലെ വെറൈറ്റി ആയിട്ടും ഒക്കെ ഉള്ള റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്കും കൂടെ തരാൻ വേണ്ടി മറക്കരുത് കേട്ടോ. നമ്മളെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുമുള്ള ഈ ഒരു ഇഡ്ഡലിയുടെ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത്തിരി ദോശയും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇതിൻ്റെ ഈ ഒരു ദോശയൊക്കെ ഇരിക്കുന്നത്. നമ്മൾ ഉഴുന്ന് കുറവാണെന്ന് ഒരിക്കലും നമ്മൾ ഈ ഒരു ദോശ കഴിക്കുമ്പോൾ അറിയില്ല. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നെയ്റോസ്റ്റും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.